നമസ്കാരം സുഹൃത്തുക്കളെ. എത്ര സമർത്ഥമായിട്ടാണ് മോദി ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്. ആ സിനിമയിൽ പ്രവർത്തിച്ചപ്പോഴാണ് എത്ര വലിയ തെറ്റാണ് തിരുത്തിയത് എന്നെനിക്ക് മനസ്സിലായത്. ഇത് പറയുന്നത് ആർട്ടിക്കിൾ 370 എന്ന സിനിമയിൽ അഭിനയിച്ച പ്രിയാമണിയാണ്. നമ്മുടെ പാലക്കാടുകാരിയാണ് ഈ പ്രിയാമണി എന്ന് തോന്നുന്നു. ഈ പ്രിയാമണി പറയുന്നു, PMOയിൽ നിന്നുള്ള ഉത്തരവുകൾ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ കൈകൾ വിറച്ചു. കാരണം ആ ഉത്തരവുകളുടെ കോപ്പികളൊക്കെ പഠിച്ചതിന് ശേഷമാണല്ലോ ഈ സിനിമയിലെ കഥാപാത്രത്തെ ചെയ്യുന്നത്. അപ്പോൾ ആ ഉത്തരവുകളുടെ കോപ്പികളൊക്കെ വായിച്ചപ്പോഴാണ് പ്രിയാമണിക്ക് എത്ര വലിയ തെറ്റാണ് ഇപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായത്. നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ എത്ര മെല്ലെയാണല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതും ഇപ്പൊ പ്രിയാമണി ഇത് മനസ്സിലാക്കി എന്ന് പറയുന്നത് ആ സിനിമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഈ പറഞ്ഞ പ്രിയാമണിയും ഇതാ മോദി ഫാസിസ്റ്റ് ഇതും അത് നടപ്പാക്കി മുസ്ലിങ്ങളെ ഒരു മൂലക്കിരുത്താനാണ് എന്നൊക്കെ പറഞ്ഞേനെ. അപ്പോൾ അത് ആ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട്, ആ ഉത്തരവുകൾ കണ്ടതുകൊണ്ട് അത് അവർ പുറത്തു പറഞ്ഞു. അത് വളരെ അഭിനന്ദനീയമാണ്. അത് പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ. ഈ മട്ടാഞ്ചേരി മാഫിയയോ മറ്റ് ലോബികളെ ഒന്നും പേടിക്കാതെ എത്ര ഭംഗിയായാണ് മോദി അത് ചെയ്തത്, ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് ചെയ്തത് എന്നൊക്കെ പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ. എന്തായാലും എത്ര വലിയ തെറ്റാണ് തിരുത്തപ്പെട്ടത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ തെറ്റ് എന്തായിരുന്നു എന്നുള്ളതാണ്. 370 വകുപ്പിലെ ആർട്ടിക്കിൾ 35A എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാവും. ഈ വ്യവസ്ഥകൾ പ്രകാരം ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാരനല്ലാത്ത ആർക്കും ജമ്മു കാശ്മീരിൽ സ്വത്ത് സ്വന്തമാക്കാനോ, ജമ്മു കാശ്മീർ സർക്കാരിൽ ജോലി നേടാനോ, ജമ്മു കാശ്മീർ സർക്കാർ നടത്തുന്ന ഏതെങ്കിലും പ്രൊഫഷണൽ കോളേജിൽ ചേരാനോ, സർക്കാർ ഫണ്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ സഹായം നേടാനോ കഴിയില്ല. ജമ്മു കാശ്മീരിനെ ഒരു പ്രത്യേക സ്വതന്ത്ര രാജ്യമാക്കി തന്നെ നിലനിർത്തി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല, സ്വത്ത് സമ്പാദിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ആർട്ടിക്കിൾ 35A പ്രകാരം ജമ്മു കാശ്മീരിലെ ഒരു സ്ത്രീ പുറത്തുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന പ്രജ എന്നുള്ള ആ പദവി ഇല്ലാതെയാവും. 2002 മറ്റോ അവിടെ വീണ്ടും താമസിക്കാമെന്നോ മറ്റോ കോടതികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു 370 വകുപ്പ് നിലനിൽക്കുമ്പോൾ ഉള്ള സാഹചര്യങ്ങൾ. അപ്പോൾ പുറത്തു നിന്നുള്ള ആർക്കും പോയി കച്ചവടം ചെയ്യാനോ വിദ്യാഭ്യാസം നടത്താനോ ഒന്നും പറ്റില്ല. ഇപ്പോൾ ഈ 370 എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീരിന്റെ സ്ഥിതി എന്താണ്? കച്ചവടങ്ങളുണ്ടായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാഴ്ച ആ ജമ്മു കാശ്മീരിലെ ഒരു ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ബുള്ളറ്റിൽ ഇങ്ങനെ കൈകളൊക്കെ വിരിച്ച് വളരെ സന്തോഷത്തോടെ പാട്ടുപാടിയോ മറ്റോ പോകുന്ന ഒരു വീഡിയോ കണ്ടു. ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചത് അതാണ്. ഈയിടെ നഫീസുമ്മ മഞ്ഞുവാരി കളിച്ച ആ വീഡിയോ പോലെ. അതൊക്കെ വ്യക്തിപരമായി നമുക്ക് സന്തോഷം തരുന്ന കാഴ്ചകളാണ്. ഒരു വ്യക്തി അവന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനു മുമ്പ് അവിടുത്തെ സ്ത്രീകള് എന്തായിരുന്നു അനുഭവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റ വീഡിയോ മതി. ഞാൻ ഇതിനു മുമ്പ് ഒരു ആർട്ടിക്കിൾ വായിച്ചത് അനുസരിച്ച് അവിടെ ഒരു സംഗീത ബാൻഡ് നടത്താൻ പുറപ്പെട്ട ഒരു കൂട്ടം പെൺകുട്ടികളെ സംസ്ഥാന സർക്കാർ തടഞ്ഞിട്ടുണ്ട്, നിയമം മൂലം തടഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്ലാമില് സംഗീതം, നൃത്തം ഒക്കെയും നിരോധിക്കപ്പെടേണ്ടത് ആയതുകൊണ്ട് അവരത് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മതനിയമപ്രകാരം പാട്ടുപാടാനോ നൃത്തം ചെയ്യാനോ എന്തിനോ മര്യാദയ്ക്ക് ഒരു വിരല് കാണിക്കാൻ പോലും പറ്റില്ല. നമ്മളത് നമ്മളെ ചുറ്റും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലൊരു രസം എന്താ അറിയോ? 35A പാകിസ്ഥാനി പൗരന് വന്നിട്ട് ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ തോന്നും. കശ്മീരിലെ സ്ത്രീയെ പാകിസ്ഥാൻ പൗരന് വന്ന് കല്യാണം കഴിക്കാം. അത് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് ഈ ഒരു സമൂഹത്തെ ഇങ്ങനെ തന്നെ നിലനിർത്താനുള്ള
ഒരു നിയമമായിരുന്നു അത്. പുറത്തുനിന്നുള്ള ഒരു ആൾക്കാരും കടന്നു ചെല്ലാതെ അങ്ങനെ തന്നെ നിലനിർത്താൻ. അവിടെ ഇപ്പം പിന്നീട് കാശ്മീർ പണ്ഡിറ്റുകളെ കൂടി അടിച്ചോടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രത്യേക സമൂഹം മാത്രം ആ അവരുടെ നിയമം മാത്രം എന്നുള്ള ഒരു നിലയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ആ വലിയൊരു തെറ്റ്, ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന ആ വലിയൊരു തെറ്റ് മോദി സർക്കാർ തിരുത്തിയത്. അത് പ്രകാരം ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ജമ്മു കാശ്മീരും ലഡാക്കും 2 പ്രദേശങ്ങളായി. ഇപ്പം ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ്. ജമ്മു കാശ്മീരിൽ ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നു. അപ്പോൾ ഈ 35A എന്ന് പറയുന്ന ആർട്ടിക്കിളും ഇല്ലാതായി. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഈ സംസ്ഥാന പ്രജ എന്നുള്ള ഒരു ഇതില്ല. പണ്ടാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി, ദേശീയ പതാക അല്ല സംസ്ഥാന പതാകയും ഒക്കെയുള്ള ഒരു പ്രത്യേക കുഞ്ഞു രാജ്യമായിരുന്നു കാശ്മീർ. നെഹ്റു 54 നിയമപ്രകാരം അങ്ങനെ അത് എഴുതി കൊടുത്തതായിരുന്നു നെഹ്റു. അപ്പോൾ അതങ്ങ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ ഇനി നന്നായി ജീവിക്കട്ടെ, സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ഞാൻ വിചാരിക്കുന്നത് ഈ സ്ത്രീകളൊക്കെ ഈ ഇസ്ലാമിക നിയമത്തിനെയൊക്കെ പിന്തുണയ്ക്കുന്നത് കാണുന്നുണ്ട്. ചില സ്ത്രീകളൊക്കെ നല്ല ഫാഷനബിളായി മുടിയൊക്കെ പുറത്ത് കാണിച്ച്, മുടിയൊക്കെ വെട്ടിയിട്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, മേക്കപ്പ് ഒക്കെ ഇട്ട്, നല്ല ഫാഷനബിളായി ഡ്രസ്സൊക്കെ ചെയ്ത്, സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വന്നിരുന്നിട്ട് ഇവർ ഇസ്ലാമിക നിയമങ്ങളെ പിന്തുണയ്ക്കുന്നത് കാണുന്നു. എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമങ്ങൾ നിലവിൽ വന്നാൽ, ഈ ഒരു പ്രദേശത്ത് ഈ നിയമങ്ങൾ നിലവിൽ വന്നാൽ ഇതേപോലെ ഈ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഹിന്ദുവിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട് നിങ്ങൾ തിരിച്ചു പറഞ്ഞാലും ശരി, ഞങ്ങൾ ആ നിയമങ്ങളൊക്കെ മറികടക്കും. കാരണം ഞങ്ങൾക്ക് ദുർഗയും ഭദ്രകാളിയും ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് വാളെടുക്കാനും അറിയാം. പക്ഷെ ഈ മത നിയമപ്രകാരം നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയമമുണ്ടോ? സ്ത്രീകൾക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുമോ? അസാധ്യമായ നരകഭീതിയുള്ള ഈ സ്ത്രീകൾ എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കും? സ്ത്രീകൾക്ക് അതിനുള്ള ഒരു അവകാശം മതം കൊടുക്കുന്നുണ്ടോ? ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും വളരെ മോശപ്പെട്ട ഒരു സ്ത്രീ എന്നുള്ള വാക്കാണ് ഞാൻ കേട്ടില്ല. ആ വാക്ക് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അത് പറയുന്ന മുസ്ലിം പണ്ഡിതന്മാരാൽ ഭരിക്കപ്പെടുന്ന, ആ ഒരു ഗ്രന്ഥത്താൽ ഭരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് താലിബാനിലേക്ക് നോക്കിയാൽ പോരെ? അപ്പോൾ ഈ പറയുന്ന സ്ത്രീകളൊക്കെ എനിക്കൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇവരിത് പഠിക്കാത്തത് കൊണ്ടാണോ? ഇതൊക്കെ ഇങ്ങനെയൊന്നും അല്ല, നമ്മൾ വളരെ ജനാധിപത്യപരമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണെന്നൊക്കെ ഇവർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കളുടെ കൂടെ ക്ഷേത്രത്തിൽ പോകാൻ, ക്ഷേത്രത്തിലൊക്കെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് വിശ്വാസത്തിന്റെ പരിധിക്ക് പുറത്തല്ലേ? ഇതൊക്കെ നടപ്പാവുന്ന കാര്യമാണ്. ഇവർ സ്വപ്നം കാണുന്നതല്ലേ? അല്ലാതെ ഒരു ഇസ്ലാമിക പണ്ഡിതന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇത് ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമോ എന്തെങ്കിലും ഉണ്ടാവുമോ? ഞാൻ ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരു പരിചയപ്പെട്ടൊരു ഉമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അവരുടെ ഈ സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്, മോളെ എനിക്ക് വളരെ കുറച്ച് എത്രയോ സെൻറ്റ് പറഞ്ഞു, ആ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പെൺമക്കളാണ്, അവർക്ക് പിന്നെ ഇത് കിട്ടാനുള്ള ഒരു നിയമം ഞങ്ങളെ മതത്തിലില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ മന്ത്രവാദത്തിലൊക്കെ വിശ്വാസമുണ്ട്. അവർ പറയുന്നു, ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബന്ധുക്കൾ, ഇത് കിട്ടാൻ സാധ്യതയുള്ള ബന്ധുക്കൾ, അത് പിന്നെ ബന്ധമൊക്കെ എന്നോട് പറഞ്ഞു, ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ അതവർ എന്തോ മന്ത്രവാദം ചെയ്യുന്നു, കൂടോത്രം ചെയ്യുന്നു, ഞാൻ മരിക്കാൻ വേണ്ടി, ഈ സ്വത്ത് കിട്ടാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മതനിയമം, സ്വത്ത് പോലും നിരാകരിക്കപ്പെടുന്ന ഈ മതനിയമം എത്രമാത്രം ക്രൂരമാണ്. ഞാൻ പറഞ്ഞു, അതിനിപ്പം നമ്മളെ രാജ്യത്ത് പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് കൂടെ സ്വത്തവകാശത്തിനുള്ള ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ സ്വത്തവകാശം ഇപ്പം ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ കോടതി പോകാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്കും കോടതി പോകാൻ പറ്റുന്ന നിയമമൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം, അങ്ങനെ കൊണ്ടുവരണം മോളെ, പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇതിനെപ്പറ്റി വിവരമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ പണ്ഡിതന്മാർ പറയുന്നത് മുഴുവനും തലയിൽ കയറ്റി വെച്ചിട്ടാണ് പാവങ്ങൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ഉള്ളിൽ ആഗ്രഹമുണ്ട്, സ്വത്തിനുണ്ട്, ഒക്കെ വേണമെന്നുണ്ട്. പക്ഷെ ഈ നരകഭയം, ഈ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്ത് പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഭയം, ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഭരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയായി ജീവിക്കാൻ സമ്മതിക്കുന്ന, അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന
അതിന് സമ്മതിക്കുന്ന ജനാധിപത്യപരമായ നിയമങ്ങളല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ ആർക്കും ഒരു മതത്തിനും വ്യക്തിക്കും എതിരായിട്ടല്ല പറയുന്നത്. ഇങ്ങനെ ഒരു ആൾക്കൂട്ട നിയമം ഉണ്ടാക്കിയിട്ട് വ്യക്തികളുടെ സന്തോഷങ്ങൾ ഇല്ലാണ്ടാക്കുന്നതിന് എതിർത്ത് പറയുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ആർക്കും എതിരല്ല, എല്ലാവർക്കും ജനാധിപത്യപരമായി ജീവിക്കണം, അത് മാത്രമേ പറയുന്നുള്ളൂ. രാഷ്ട്രായ സ്വഹ ഇദം നമ്മമ.